ചില മതസംഘടനകൾ കൂടുതലായിട്ട് അങ്ങേ പിന്തുണക്കുകയും കൂടുതലായി അവർ രംഗത്തിറങ്ങുകയൊക്കെ ചെയ്ത ഒരു അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ കൂടി ഒരു സ്വാധീനമുണ്ടായിരുന്നോ? ആ ഒരു ഇഫക്റ്റ് എന്നൊക്കെ പറയുന്നത് പിന്നീട് അത് വികസിച്ചു വരികയും ചെയ്തു. മതസംഘടനകൾ എന്ന് പറഞ്ഞാൽ പരസ്യമായിട്ടാണ് പ്രഖ്യാപിക്കലൊന്നുമില്ല. അന്നുണ്ടായിരുന്ന മതസംഘടന ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ട്. പിന്നെ ഒരു പ്രധാന വിഷയമായി ഉന്നയിക്കുന്നത് ഇത്രയും കൂടുതൽ നിങ്ങളെ സഹായിച്ചു എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ, പ്രത്യേകിച്ചും കാന്തപുരം വിഭാഗത്തെയൊക്കെ താങ്കൾ തന്നെ ഒരു തള്ളിപ്പറയുന്ന ഒരു സംഭവങ്ങൾ ഉണ്ടായത് എങ്ങനെയാണ്? ഹാദാ ഖൗമുൻ ജാഹിലുൻ എന്നൊക്കെ പറഞ്ഞാൽ അവർ വിഡ്ഢികളാണ് എന്നൊക്കെ പറയുന്ന ചില സംസാരങ്ങളുണ്ടായി. അവിടേക്ക് ആ ഒരു തലത്തിലേക്ക് മാറിപ്പോയത് എങ്ങനെയാണ്? നിങ്ങൾ ചോദിച്ചത് വളരെ നന്നായി. കാന്തപുരം എന്നെ വളരെയധികം സഹായിച്ച ആളാണ്. ഞങ്ങൾ ചെറുപ്പകാലം മുതൽക്കുള്ള ലോകക്കാരുമാണ്. ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ തള്ളി പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറയുന്ന ഹാദാ ഖൗമുൻ ജാഹിലും എന്ന പദപ്രയോഗം സത്യധാര എന്ന EK വിഭാഗം, മുസ്ലിം ലീഗ് വിഭാഗത്തിന്റെ പത്രത്തിൽ എഴുതിയ ഒരു നുണയാണ്. അത് ഞാൻ പറഞ്ഞല്ല. ഒരിക്കലും ഞാൻ ഒരാളെ പറ്റി അങ്ങനെ പറയില്ല. ശരിക്ക് ജാഹില് അവരാണ് ലീഗര്, അതും കൂടി ഞാൻ പറയലില്ല. ഹാദാ ഖൗമുൻ ജാഹിൽ എന്ന് പറഞ്ഞാൽ സത്യധാര പത്രത്തിന്റെ ആളുകളാണ് ധൈര്യങ്ങൾ എന്നാണ്. അല്ല കാന്തപുരം ജാഹിലാന്ന് ഞാൻ പറയില്ല. ഞാൻ ഇന്നും അയാളുടെ അനുയായിയാ. അയാളോട് വളരെ ബഹുമാനം ഇപ്പോഴും. അതൊരു തെറ്റായ ധാരണയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, പറയൂല. ഏതായിരുന്നാലും ആ ഒരു അനുഭവത്തിൽ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ